ഇത് പൊടിപ്പാണ്. എല്ലാ കടയിലും 5 രൂപ നിൽക്കണത്. നമുക്കതിലാവും വേണ്ട. ഒരു പാക്കിന് 10 റുപ്യ. എനിക്ക് ആകെ 2 റുപ്യ കിട്ടുള്ളൂ. അത് മതി. അതേപോലെ തന്നെ ഇത് കല്ലും അതും എനിക്ക് 10 റുപ്യ കിട്ടിയാൽ മതി. 2 റുപ്യ പാക്കറ്റ്. സാധാരണക്കാരന് 2 റുപ്യ കുറവ് കിട്ടിയാൽ എവിടെ ഒന്നും വാങ്ങാം. അതാണ് നമ്മുടെ പോളിസി. പിന്നെ അതെ വെളിച്ചെണ്ണയിൽ വറുത്ത കായ വറുത്തത് നിങ്ങൾ കൊണ്ടുപോയിട്ട് തിന്ന് നോക്കിയിട്ട് കാശ് മതി. എല്ലാ കടയിലും 150 നമ്മൾ കൊടുക്കണം. ഒരു 120 രൂപ അര കിലോ. അപ്പോൾ 1 കിലോത്തിന് 240 രൂപയ്ക്ക്. അതുകൂടാതെ ചക്ക വറുത്തത് വെറും 70 രൂപയ്ക്ക്. ഇതല്ല എന്ത് നല്ല കായകൾ നോക്കും. വെറും 55 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 55 രൂപയ്ക്ക്. ബ്രെഡ് വരെയുണ്ട്. ബ്രെഡ് വരെയുണ്ട്. ബ്രെഡ് വരെയുണ്ട്. മുരിങ്ങ എന്താ റേറ്റ് വരുന്നത്? മുരിങ്ങാക്കൂര് ഭയങ്കര വില. കഴിഞ്ഞ ആഴ്ച 1 കിലോ 25 രൂപ മുരിങ്ങാക്കൂര് ഞാനിപ്പോ 120 രൂപക്കാ. മറ്റുള്ള കടയിൽ 150. നമുക്കതറിയേണ്ട ആവശ്യമില്ല. നമുക്കൊരു കിലോ വിറ്റാൽ 10 റുപ്യ കിട്ടിയാൽ മതി. നമുക്ക് ചെറിയ ലാഭം മതി. ചെറിയ ലാഭം മതി. അതാണ് നമ്മുടെ പോളിസി. ചാളാപ്പൊടി എല്ലാ കടയിലും 50 രൂപ കൊടുക്കും. ഞാൻ 40 രൂപ കൊടുക്കണം. അര കിലോ കൊണ്ടിട്ടാ. തൈര് നാടൻ തൈര് ഒരു പെണ്ണ് കൊണ്ടാലാണ് 25 രൂപ. 20 രൂപ. പിന്നെ അതുകൂടാണ്ട് കേബേജ് മത്തങ്ങ. ഈ കേബേജ് 1 കിലോ 20 രൂപ. മത്തങ്ങ വെള്ളരി ഇതെല്ലാം കിലോ 20 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത്ര വില കുറച്ചിങ്ങനെ നിങ്ങൾ കൊടുക്കണേ? നമുക്ക് ഞാൻ നേരിട്ട് ഞാൻ തമിഴ്നാട്ടിൽ നേരിട്ട് ഒരു കടയല്ല. എനിക്ക് മൊത്തം 10 കടയുണ്ട്. അപ്പൊ അതിന്റെ ഒരു മൊത്തത്തിൽ കൊണ്ടുവരും. നമുക്ക് ഓരോ ചുറ്റടിക്കാം. സാധാരണക്കാരന് 5 രൂപ കുറവ്. മരണാവശ്യം കഴിക്കണം. പാവപ്പെട്ട ആൾക്കാർക്ക് നമ്മ അതിലാ കൊടുക്കൂല. 2 റുപ്യ മാർജിൻ ഞാൻ കൊടുക്കും. നമ്മൾ ഈ ഉറക്കുറച്ചിരിക്കുന്നത് 24 നടത്തുന്നത് എന്തിനാണ്? എല്ലാവരും രാത്രി എന്തിനും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. ആ കടയിൽ പോയാൽ കിട്ടും. സുൽഫി വലിയ കടയിൽ പോയാൽ കിട്ടും എന്നുള്ള ഉറപ്പാണെങ്കിൽ അവർ വന്നിരിക്കും. ശരിയല്ലേ? പൈനാപ്പിൾ എന്താ റേറ്റ് വരെ? പൈനാപ്പിള് ഞാൻ ഇത് പാലായിക്കോളന്ന് എടുക്കണോ. ഇവിടെ 3 100 വിൽക്കുന്നുണ്ട്. ഈ ചക്ക ചക്കയാണ്. ഞാൻ വിൽക്കണ കിലോ 50 രൂപ. തിന്നാൽ വീണ്ടും അത് വാങ്ങിച്ചു പോകും. മറ്റൊരു ചെത്തുമ്പോൾ മരുന്നടിക്കാനാണ് കാർബൺ വെക്കുന്നത്. അതിൽ നമ്മുടെ മാങ്ങയ്ക്ക് നല്ല ചിലവ്. എന്തോരം മാങ്ങ നല്ല തയ്യണയിലൂടെ